വീടിന്റെ ഉടമസ്ഥയുടെ ചേട്ടനോട് വാടകക്കാർ ഇങ്ങനെ സംസാരിക്കുന്നത് എഗ്രിമെന്റ് ഉണ്ടായിരുന്ന? ഇല്ല. ഇങ്ങോട്ട് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിലെ അങ്ങോട്ട് സംസാരിക്കും. അത് സേതുവല്ല, അതില് വലിയ പുള്ളിയായാലും വേണുവിന് അങ്ങനെ സംസാരിച്ച ശീലം. ആ ശീലങ്ങളൊന്നും സേതുവിനോട് ഇറക്കണ്ട. ഞാനേ ആളിത്തിരി പെശക. അത് നിന്റെ നാട്ടിൽ ചെലവാക്കിയാ മതി. ഇവിടെ ഇറക്കാൻ നോക്കിയാ നീ വിവരം അറിയും. എന്താ നിനക്ക് സംശയം ഉണ്ടോ? എങ്കിലാന്ന് കാണണല്ലോ. സേതു, എഗ്രിമെന്റ് തീരാൻ ഇനിയും ദിവസങ്ങളില്ലേ? നിങ്ങൾക്ക് തരാനുള്ള കാശ് ഞങ്ങൾ തിരിച്ചു തരാന്നും പറഞ്ഞതല്ലേ? പറഞ്ഞ ദിവസം ഞങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഇടപാടുകളെല്ലാം തീർത്തോളാം. ദേവി, ഇത് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഒന്നില്ലെങ്കിലും വേണിച്ചേട്ടന്റെ പ്രായത്തിനെങ്കിലും ഒരു ബഹുമാനം കൊടുത്ത് സംസാരിച്ചൂടെ? എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാ ഞങ്ങള്. പിരിയുമ്പോഴും സന്തോഷത്തോടെ പിരിയുന്നതല്ലേ നല്ലത്? ഓ പിന്നെ നിങ്ങളോട് സന്ധി ചേർന്നുള്ള ഒരു സന്തോഷവും ഞങ്ങൾക്ക് വേണ്ടെങ്കിലോ? പറഞ്ഞ ദിവസം കൃത്യം കാശ് മുഴുവൻ തന്ന് പെട്ടിയും കിടക്കെ എടുത്തോണ്ടേ ഇവിടെ നിറയിക്കോണം. ഇറങ്ങിക്കോളാം. നാട്ടുകാരിയാക്കി വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ സേതു? ഞങ്ങളെ നാണം കെടുത്താതെ ഇപ്പൊ ഇവിടുന്ന് പോകും സേതു. നാണക്കേട് ആർക്ക്? നിങ്ങൾക്കോ? നിങ്ങൾക്ക് അങ്ങനെ നാണോ മാനോ ഒക്കെ ഉണ്ടോ? വേണുവേട്ടനൊന്നും പറയണ്ട. ഞാനല്ലേ സേതുവിനോട് സംസാരിക്കുന്നത്. വേണുവേട്ടൻ മിണ്ടാ നിക്ക്. സേതു, ഈ മനുഷ്യൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നേ ഉള്ളൂ. ഈ പാവത്തിന്റെ മനസ്സ് നിറയെ വിഷമമാണ്. സങ്കടം കൊണ്ട് ഇദ്ദേഹം ഓരോന്ന് പറഞ്ഞു പോകുന്നതാ. എഗ്രിമെന്റ് തീരുന്ന ഡേറ്റിന് തരാനുള്ളതെല്ലാം തന്ന് ഇടപാട് ഞങ്ങൾ തീർത്തില്ലെങ്കിൽ സേതുവിന് എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്യാം. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ അപമാനിക്കുകയോ ഇറക്കി വിടുകയോ എന്താന്ന് വെച്ചാ. ഇപ്പൊ ഇവിടുന്ന് പോണം. ഇതൊരപേക്ഷയാണ്. ഓ, അങ്ങനെ ഞാൻ നിങ്ങളെ ഇറക്കി വിടുന്നവരെ കാത്തിരിക്കാനല്ലേ? എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത് ഈ പറഞ്ഞ പ്രായമുള്ള ആളല്ലേ? വയസ്സാം കാലത്ത് ഈ കിളവനെ വെറുതെ ജയിലിൽ കിടത്തണ്ടെങ്കിൽ എന്റെ പെങ്ങക്ക് കൊടുക്കേണ്ട കാശ് ഉണ്ടാക്കി വച്ചോണം. മനസ്സിലായോ? മനസ്സിലായി.